കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു നാജിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഷാനുമായിട്ട് ഒരു ബന്ധവുമില്ല, ഷാൻ ഉണ്ടെങ്കിൽ ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, ആണ് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറി താമസിക്കുകയാണ്, ഇനി ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞും അതോടെ തന്നെ ഷാനുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു വീഡിയോ ഇട്ടത് ഇതാണെങ്കിൽ ഷാന് വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, അത് എനിക്കറിയാം, അതുണ്ടെങ്കിൽ നിങ്ങളടുത്ത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിരിയുന്നതിന് ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ ബന്ധമൊന്ന് പിരിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കണക്ക് ഞാനും പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് പലവട്ടം ഇത് കണക്ക് ഇവർ അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ പിരിയാൻ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒന്നിച്ചെന്നുള്ള രീതിയിലുള്ള ന്യൂസാണ് വന്നുകൊണ്ടേ ഇരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഞാനും ഷാനും ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നിക്കാൻ പോകുമെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര പുതുതായിട്ടുള്ളൊരു കാര്യമല്ല. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്കായിരിക്കും ഭയങ്കര പുതുതായിട്ട് തോന്നുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലവട്ടം അത് കണക്കെ ഒരു അടിയുണ്ടാക്കി പിരിഞ്ഞെന്നുള്ള രീതിയിൽ പറഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു റീലിൽ അവർ രണ്ടുപേരും പിന്നെ ഒരുമിച്ച് വന്ന് നിൽക്കുന്നത് കാണും. അത് കഴിഞ്ഞ് പിന്നെയും അടിച്ച് പിരിയെന്നുള്ള രീതിയിലാണ്. എന്തായിരുന്നാലും ഇതേ കണക്ക് ഇനിയും കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിശ്വസിക്കത്തില്ല. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും. ഇനിയും വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ ആൾക്കാരെ കാണുമെന്ന് വിചാരിച്ച് ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ